കണ്ണുകൾ ചൂഴ്ന്നെടുക്കണം. നാളെ പരലോകത്ത് കണ്ണില്ലാത്തവനായി റബ്ബേ എനിക്ക് വരണം. അന്ന് നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള നിന്റെ കണ്ണുകൾ എവിടെ? അന്ന് എനിക്ക് മറുപടി പറയണം, റബ്ബേ അബ്ദുള്ളയുടെ കണ്ണുകൾ നിന്റെ ദീനിന് വേണ്ടി നൽകിയതാ. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ കാതുകൾ അറുത്തുമാറ്റണം. നാളെ കാതില്ലാതെ വാർന്നൊലിക്കുന്ന രക്തവുമായി പരലോകത്ത് അബ്ദുള്ളക്ക് എത്തണം. റബ്ബേ നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള നിന്റെ കാതുകൾ എവിടെ? അന്ന് എനിക്ക് പറയണം, റബ്ബേ നിന്റെ ദീനിനു വേണ്ടി എന്റെ കാതുകൾ ഞാൻ നൽകി. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്റെ ശരീരം മുഴുവൻ കൊത്തി നുറുക്കണം. അറ്റുതൂങ്ങുന്ന കൈയുമായി വാർന്നൊലിക്കുന്ന രക്തവുമായി നാളെ പരലോകത്ത് എനിക്കെത്തണം. റബ്ബേ നീ എന്നോട് ചോദിക്കണം, അബ്ദുള്ള നിന്റെ ശരീരം എങ്ങനെ ഈ രൂപത്തിൽ വികൃതമായി? അന്ന് എനിക്ക് പറയണം, റബ്ബേ എന്റെ ജീവിതം മുഴുവൻ നിന്റെ ദീനിനു നൽകാൻ ഒരുക്കമായിരുന്നു ഞാൻ. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് ഒരു അമ്പിൽ ശരീരം കോർത്ത് വെട്ടി വികൃതമാക്കിയ രൂപത്തിൽ ഒരു മയ്യത്ത് കണ്ടപ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രാർത്ഥനയേക്കാൾ എത്ര നല്ല പ്രാർത്ഥനയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിന്റെ പ്രാർത്ഥന. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പരലോകമായിരുന്നു. ആ പരലോകത്തിന്റെ വിഷയത്തിൽ സ്വാർത്ഥരായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് പല സ്വപ്നങ്ങളുമുണ്ട്. നമ്മുടെ കുടുംബത്തിനെ പറ്റിയും മക്കളെക്കുറിച്ചും കച്ചവടത്തിനെ പറ്റിയും ഒരുപാട് ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരുമാണ്. പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, എന്റെ പരലോകത്തെ എന്റെ മോക്ഷത്തിനു വേണ്ടി എത്ര പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നാം ആലോചിക്കേണ്ട വിഷയമാണ്.